കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള ക്ഷാമബത്തയിൽ വർധനവ് 3% വർധനവാണ് നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതോടെ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ DA 63%, സംസ്ഥാന സർക്കാരിന്റേത് 40%, ഉയരും. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും ഒരുപോലെ സന്തോഷം നൽകുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഈ വർഷം ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള ക്ഷാമബത്തയിൽ 3% വർധനവുണ്ടാവുകയാണ്. ഇതോടെ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ DA 63%, സംസ്ഥാന സർക്കാരിന്റേത് 40% ഉയരും. ദേശീയ ഉപഭോക്തൃവില സൂചികയുടെ വാർഷിക ശരാശരി 419.17 നിന്നും 428.08 ഉയർന്നതിനെ തുടർന്നാണ് DAയിൽ വർധനവുണ്ടായിരിക്കുന്നത്. ജൂലൈ മാസത്തെ വർധനവ് മുതൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് സൂചന. ഇതോടെ അടിസ്ഥാന ശമ്പളത്തിനനുസരിച്ച് ഓരോ ജീവനക്കാരനും ലഭിക്കുന്ന DAയിൽ വർധനവുണ്ടാകും. അടിസ്ഥാന ശമ്പളം 40,000 രൂപയുള്ള കേന്ദ്ര ജീവനക്കാരന് DAയിൽ 3% വർധനവുണ്ടായാൽ 1,200 രൂപയുടെ അധിക ആനുകൂല്യമാണ് ലഭിക്കുക. 50,000 രൂപ അടിസ്ഥാന ശമ്പളമുള്ള ജീവനക്കാരന് 1,500 രൂപയും 60,000 രൂപയുള്ള ജീവനക്കാരന് 1,800 രൂപയുമാണ് അധികമായി ലഭിക്കാൻ പോകുന്നത്. ഇതിനു പുറമെ DAയുമായി ബന്ധപ്പെട്ട മറ്റ് ആനുകൂല്യങ്ങളും ജീവനക്കാർക്ക് ലഭിക്കും. അതേസമയം സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും വർധനവുണ്ടാകുമ്പോൾ DA 40% ഉയരും. എന്നാൽ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കുന്ന 3% വർധനവ് സമാന രീതിയിൽ സംസ്ഥാന ജീവനക്കാർക്ക് ലഭിച്ചേക്കില്ല. കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും DA പരിഷ്കരണ നടപടികൾ വ്യത്യസ്തമാണ്. സംസ്ഥാന ജീവനക്കാരുടെ DA കുടിശ്ശികയും പരിഷ്കരണവും സംബന്ധിച്ച തീരുമാനങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ താൽപര്യങ്ങൾക്കനുസരിച്ച് വ്യത്യാസപ്പെടും. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് കിട്ടേണ്ട കുടിശ്ശിക ഇപ്പോഴും നൽകിയിട്ടില്ല. നിലവിൽ 35% DAയാണ് സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് നൽകുന്നത്. 2026 ജനുവരി മുതൽ 2% DA കൂടെ നൽകേണ്ടതുണ്ടെങ്കിലും അത് ഇതുവരെ അനുവദിച്ചിട്ടില്ല. ഈ 2% കൂടി ചേരുമ്പോൾ മാത്രമേ ആകെ DA 40%-ലേക്ക് എത്തുകയുള്ളൂ. 40,000 രൂപ അടിസ്ഥാന ശമ്പളം ലഭിക്കുന്ന ഒരു സംസ്ഥാന സർക്കാർ ജീവനക്കാരന് 2% DA വർധനവിലൂടെ 800 രൂപയാണ് അധികമായി ലഭിക്കുക. 50,000 രൂപയാണെങ്കിൽ 1,000 രൂപയും 60,000 രൂപയാണെങ്കിൽ 1,200 രൂപയും ലഭിക്കും. മൊത്തം DA 40% ആണെങ്കിൽ 40,000 രൂപ അടിസ്ഥാന ശമ്പളമുള്ള ജീവനക്കാരന് 1,200 രൂപയും 40,000-ന് മുകളിലാണെങ്കിൽ അതിൽ കൂടുതലും ലഭിക്കും. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.